പാലിയേക്കര ടോൾ പ്ലാസ കേസിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകാൻ നീക്കം നടത്തുന്നതിനിടെ ഷാജി കോടങ്കത്താണ് തടസ്സവാദ ഹർജി നൽകിയത്. തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്നാണ് ആവശ്യം. ഷാജിയുടെ ഹർജിയിലാണ് ടോൾ പിരിവ് നിർത്താൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടത്. ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, എന്താണ് ഷാജി കോടങ്കത്തിന്റെ ആവശ്യം? ഇപ്പോൾ ഷാജി കോടങ്കത്ത് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേവിയറ്റ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൽ പൂർണ്ണമായി വീഴ്ച വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളെ കണ്ടെത്തി തന്നെയാണ് ഹൈക്കോടതി കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ടോൾ പിരിക്കുന്നത് 4 ആഴ്ചത്തേക്കാണ് തടഞ്ഞിരിക്കുന്നത്. ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി വീഴ്ച വരുത്തിയെന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുൻപ് കേസ് പരിഗണിച്ചപ്പോൾ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അതോറിറ്റി വീണ്ടും 3 ആഴ്ചത്തെ സമയം ചോദിച്ചിരുന്നു. ഇതോടുകൂടി തന്നെയാണ് ജസ്റ്റിസ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തലാക്കുമെന്നും നേരത്തെ കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ടോൾ പിരിവ് വളരെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഗതാഗത കുരുക്കാണ്. ഈ ടോൾ പിരിവ് ഉള്ളത് കൊണ്ട് തന്നെ ടോൾ പിരിക്കുന്നതിനാണ് ആ ദേശീയപാത നന്നാക്കി കൊടുക്കാനാണ്. പക്ഷെ ആ ദേശീയപാത ഇപ്പോഴും വളരെ താറുമാറിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഏകപക്ഷീയമായ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായ ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഉത്തരവിടരുത്. തന്റെ വാദം കൂടി പൂർണ്ണമായി കേൾക്കണം എന്നാണ് ഷാജി കോടങ്കത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി സുമോദ്.